ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ തലക്കെട്ടാണ് ആഹ്ലാദഹരിതനായ ഹംസം. ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ ഒരു വനത്തിൽ സംതൃപ്തനായ ഒരു കാക്ക താമസിച്ചിരുന്നു. അയാൾക്ക് ആശങ്കകളൊന്നും ഇല്ലായിരുന്നു. അവൻ തന്റെ ജീവിതത്തിൽ പൂർണ്ണമായും സംതൃപ്തനായിരുന്നു. എല്ലാ ദിവസവും അവൻ സന്തോഷത്തോടെ ചുറ്റുകയും പ്രകൃതിയുടെ ലളിതമായ ആനന്ദങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും. ഒരു സുപ്രഭാതത്തിൽ കാടിന്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാക്ക ശാന്തമായ തടാകത്തിന്റെ ഉപരിതലത്തിൽ മനോഹരമായി തിളങ്ങുന്ന വെളുത്ത ഹംസം ഒഴുകി നടക്കുന്നത് കണ്ടു. ഹംസത്തിന്റെ തൂവലുകൾ പ്രാകൃതമായിരുന്നു. അതിന്റെ ചാരുത കാക്കയെ ആകർഷിച്ചു. അസൂയോടെ കാക്ക ചിന്തിച്ചു, ഇത്രയും വെളുത്തതും സുന്ദരവുമായ ഈ ഹംസം എത്ര ഭാഗ്യവാനാണ്. ഇവിടെ എന്നെ നോക്കൂ, ഞാൻ എത്ര കറുത്തവനാണ്. കാക്കയുടെ ഹൃദയത്തിന് സ്വയം സംശയം തോന്നി. ഹംസത്തിന്റെ സൗന്ദര്യവും കൃപയും അവൻ കൊതിച്ചു. ആ സമയം ആ ഹംസം കാക്കയെ ശ്രദ്ധിച്ചു. അവൻ നീന്തി അടുത്തു. സൗമ്യമായ പുഞ്ചിരിയോടെ അത് പറഞ്ഞു, പ്രിയപ്പെട്ട കാക്കേ, വെറുതെ നീ എന്നെ നിന്നോട് താരതമ്യം ചെയ്യരുത്. നമ്മിൽ ഓരോരുത്തർക്കും അവരുടേതായ തനതായ സൗന്ദര്യമുണ്ട്, കഴിവുകൾ ഉണ്ട്. നിങ്ങൾക്ക് ശക്തമായ ചിറകുകളും തീക്ഷ്ണമായ കണ്ണുകളും സുന്ദരമായ ചുണ്ടുകളുമുണ്ട്. നിങ്ങളുടെ ശക്തികളെ മനസ്സിലാക്കുക. ഹംസയുടെ ദയയിൽ കാക്ക അത്ഭുതപ്പെട്ടു. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിലല്ല, സ്വന്തം അനുഗ്രഹങ്ങളെ വിലമതിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം ഉള്ളതെന്ന് അത് മനസ്സിലാക്കി. അന്നുമുതൽ കാക്ക കൂടുതൽ സന്തോഷത്തോടെ അതിന്റെ നിറഞ്ഞ തൂവലുകളും സ്വന്തം ക്ര ശബ്ദയും നിറഞ്ഞാസ്വദിച്ചു. അങ്ങനെ ആ കാട് ഹൃദയസ്പർശിയായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. കാക്കയുടെ ആഹ്ലാദകരമായ ശബ്ദം മരങ്ങൾക്കിടയിലൂടെ പ്രതിധ്വനിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം പകരുന്നു. കാക്കയുടെ പുതിയ സംതൃപ്തിയെ ഹംസം പോലും അഭിനന്ദിച്ചു. അങ്ങനെ ആ കാക്കയും മറ്റു ജീവജാലങ്ങളും ആ കാറ്റിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥയുടെ ധാർമ്മികത എന്തെന്ന് മനസ്സിലായോ? ദയയും സ്വയം സ്വീകാര്യതയും യഥാർത്ഥ സന്തോഷം കൈവരുത്തും. നമ്മുടെ അതുല്യമായ ഗുണങ്ങളെ നാം വിലമതിക്കുകയും മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുകയും ചെയ്യുമ്പോൾ സന്തോഷവാനായ കാക്കയും ആ ഹംസത്തെയും പോലെ എല്ലാവരും ചേർന്ന് ഒരു തിളങ്ങുന്ന സന്തുഷ്ടമായ ഒരു ലോകം സൃഷ്ടിക്കുന്നു. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒരുമിച്ചുള്ള ഈ സമയം ആസ്വദിച്ചല്ലോ. ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്ക് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക. ഇത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായും പങ്കിടുക. ഒപ്പം കഥപറച്ചിലിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസ്റ്റിതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ പേരാണ് മൊബൈൽ ഡിലമ. ഒരിക്കൽ ഒരു തിരക്കേറിയ നഗരത്തിൽ തന്മയ് എന്ന ഒരു കുട്ടി താമസിച്ചിരുന്നു. 4ാം ക്ലാസ്സിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം. തന്റെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കാൻ അവൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. ഈ വർഷം അസാധാരണമായ എന്തോ ഒരു ഗിഫ്റ്റ് ഒന്ന് അവനെ കാത്തിരിക്കുന്നു എന്ന് അവന്റെ അമ്മാവൻ പറഞ്ഞിരുന്നു. അമ്മാവനെ കാണാൻ ദുബായിലേക്കുള്ള ഒരു യാത്ര അവൻ റെഡിയാക്കി. തന്മയുടെ ആവേശത്തിന് അതിരുകളില്ല. അവൻ ഒത്തിരി ആകാംക്ഷയോടെയാണ് അവിടേക്ക് പോയത്. ദുബായിൽ തന്മയ് വിശാലമായ മനസ്സോടെ വിസ്മയത്തോടെ ഊർജ്ജസ്വലമായ ആ നഗരം പര്യവേക്ഷണം ചെയ്തു. തെരുവുകൾ ലൈറ്റുകൾ കൊണ്ട് തിളങ്ങി. പിറന്നാൾ ദിനത്തിൽ അമ്മാവൻ മനോഹരമായി പൊതിഞ്ഞ ഒരു പെട്ടി അവന് സമ്മാനം നൽകി. ആകാംക്ഷയോടെ തന്മയ് അത് കീറി തുറന്നു നോക്കി. അത് ഒരു മെലിഞ്ഞ മൊബൈൽ ഫോൺ അകത്താക്കി നന്നായി പാക്ക് ചെയ്തിരിക്കുന്നതായിരുന്നു. അതിന്റെ സവിശേഷതകൾ പര്യവേക്ഷണം ചെയ്യുകയും അത് പ്രവർത്തിപ്പിക്കാൻ പഠിക്കുകയും ചെയ്തപ്പോൾ അവന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ തന്മയ് അഭിമാനത്തോടെ തന്റെ പുതിയ ഗാഡ്ജറ്റ് സുഹൃത്തുക്കളെ കാണിച്ചു. അവരിൽ ഒരാൾ തനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗെയിം ശുപാർശ ചെയ്തു. അതൊരു വളരെയധികം ആകർഷകമായ ഒരു ഗെയിം ആയിരുന്നു. തന്മയ് അത് തുടർച്ചയായി കളിക്കുവാൻ തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. അവന്റെ പതിവ് രീതികൾ മാറി തുടങ്ങി. അവൻ സുഹൃത്തുക്കളുമായി കളിക്കാൻ പോകാതെ ആയി. പകരം അവൻ തന്റെ മൊബൈൽ സ്ക്രീനിൽ എപ്പോഴും നോക്കി ഇരിക്കുവാൻ തുടങ്ങി. അവന്റെ മാതാപിതാക്കൾ ആശങ്കാകുലരായി. അമിതമായ മൊബൈൽ ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി. അത് ആരോഗ്യം, ഏകാഗ്രത, കാഴ്ചശക്തി എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. എന്നാൽ തന്മയ് അവരുടെ ആശങ്കകൾ തള്ളിക്കളഞ്ഞു. താമസിയാതെ അവന്റെ പഠനം മുടങ്ങി. ഇടയ്ക്കിടയ്ക്കുള്ള തലവേദനയെക്കുറിച്ച് പരാതിപ്പെട്ടു തുടങ്ങി. കണ്ണുകളുടെ ആയാസം കാരണം കണ്ണട വേണമെന്ന് ഡോക്ടറെ സന്ദർശിച്ചപ്പോൾ കണ്ടെത്തി. തന്മയ്ക്ക് താൻ അലസനായിത്തീർന്നെന്നും തന്റെ മനോഹാരിത നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കി.
മൊബൈൽ ആസക്തിയിൽ നിന്ന് മുക്തനാകാൻ അവൻ സ്വയം തീരുമാനിച്ചു. അദ്ദേഹം സ്ക്രീൻ സമയം ക്രമേണ കുറച്ചു. അവൻ സൗഹൃദങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു. വെളിയിൽ ഇറങ്ങി കളിച്ചു തുടങ്ങി. പഠനത്തിൽ ശ്രദ്ധ തിരിച്ചു. അവന്റെ കാഴ്ചശക്തി മെച്ചപ്പെട്ടു. അയാൾക്ക് എന്നത്തേക്കാളും കൂടുതൽ ഉന്മേഷം കൂടുന്നതായി തോന്നി. പിന്നീട് അവൻ തന്റെ ഉന്മേഷമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ കൂട്ടുകാരെ? സാങ്കേതികവിദ്യകൾ നല്ലൊരു ഉപകാരമുള്ളതും ആഡംബരവുമാണ്. എന്നാൽ അമിതമായ ഉപയോഗം എപ്പോഴും അപകടമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഔട്ട്ഡോർ കളി സമയം വിലപ്പെട്ടതാണ്. ഈ തരം സ്ക്രീനുകൾ അത് നമ്മളിൽ നിന്നും മോഷ്ടിക്കാൻ അനുവദിക്കരുത്. ഓർക്കുക, ഇതെല്ലാം ഉപയോഗിക്കുന്നതിനുള്ള ബാലൻസ് പ്രധാനമാണ്. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ഞങ്ങളും ഒരുമിച്ചുള്ള ഈ സമയം നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു വലിയ തംബ്സ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ പേര് മാന്ത്രിക നാണയം. പണ്ട് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിൽ മായ എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവളുടെ സുഖപ്രദമായ വീട് അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ ഇപ്പോഴും സന്തോഷം. മുറികളിലൂടെ പ്രതിധ്വനിക്കുകയും പുതുതായി ചുട്ടെടുത്ത കുക്കികളുടെ സുഗന്ധം വായുവിൽ തങ്ങിനിൽക്കുകയും ചെയ്തു. ഒരു ദിവസം മായ വീട്ടിലെ തട്ടും പുറത്തു ഒരു മൂലയിൽ ഒരു മരപ്പെട്ടിക്കകത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു നാണയം കണ്ടെത്തി. അവൾ മുമ്പ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത്. അതിന്റെ പ്രതലത്തിൽ കൊത്തിവെച്ച സങ്കീർണമായ വരകൾ ഉണ്ടായിരുന്നു. അവ നന്നായി തിളങ്ങുന്ന സ്വർണ്ണകഷണം ആയിരുന്നു. അവൾ അത് പിടിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ശബ്ദം മന്ത്രിച്ചു, എന്നെ വിവേകത്തോടെ ഉപയോഗിക്കുക, ഞാൻ നിങ്ങളുടെ ഹൃദയാഭിലാഷം നടത്തിത്തരാം. മായയുടെ കണ്ണുകൾ വിടർന്നു. ആ നാണയം ഉപയോഗിച്ച് തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവൾ ചിന്തിച്ചു. ഒരു വലിയ മാളിക വാങ്ങുക, ലോകം ചുറ്റി സഞ്ചരിക്കുക, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബേക്കറി തുടങ്ങുക. എന്നാൽ പിന്നീട് അവൾ തന്റെ കുടുംബത്തെയും അവരുടെ ചിരിയെയും അവരുടെ വീടിന്റെ ഊഷ്മളതയും പറ്റി ഓർത്തു. നാണയം സുരക്ഷിതമായും മറച്ചുവെക്കാൻ അവൾ തീരുമാനിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോൾ മായ അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഒരു കാലത്ത് മങ്ങിയ അവളുടെ വീടിന്റെ ചുവരുകൾ ഇപ്പോൾ അവൾ കണ്ടിട്ടില്ലാത്ത നിറങ്ങളാൽ തിളങ്ങി. പൂന്തോട്ടം മാന്ത്രികതകളാൽ പൂത്തു. അവൾ ചുട്ടെടുത്ത കുക്കികൾ വളരെ ആസ്വദിച്ചു രുചിച്ചു. അവളുടെ കുടുംബം വളരെ സന്തോഷമുള്ളതായി മാറി. അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി. ഒരു സായാഹ്നത്തിൽ അവളുടെ ഉറ്റ സുഹൃത്ത് രോഹൻ അവിടം സന്ദർശിച്ചു. വിസ്മയിപ്പിക്കുന്ന ചുറ്റുപാടുകളെ കണ്ടപ്പോൾ അവൻ അഭിനന്ദിക്കുകയും അതിന്റെ പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. മായ ഒന്നു മടിച്ചെങ്കിലും നാണയം തുറന്നുകാട്ടി. രോഹന്റെ കണ്ണുകൾ വിടർന്നു. അവൻ പറഞ്ഞു, മായ, ഈ നാണയം ശക്തമാണ്, പക്ഷേ യഥാർത്ഥമായതിന് പകരം വയ്ക്കാൻ ഇതിന് കഴിയില്ല. ആകാംക്ഷയോടെ മായ ചോദിച്ചു, എന്താ രോഹൻ? വീട്, അവൻ മറുപടി പറഞ്ഞു. ചിരിയും സ്നേഹവും പങ്കിട്ട നിമിഷങ്ങളും. പണത്തിന് അത് വാങ്ങാൻ കഴിയില്ല. നാണയം വിവേകത്തോടെ ഉപയോഗിക്കുക, എന്നാൽ യഥാർത്ഥ സമ്പത്ത് ഹൃദയത്തിലാണ് എന്ന് ഓർക്കുക. മായ അവന്റെ വാക്കുകൾ ആലോചിച്ചു. അവളുടെ വീട് മെച്ചപ്പെടുത്താൻ നാണയം ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു പുതിയ മേൽക്കൂര, സുഖപ്രദമായ ഫർണിച്ചറുകൾ, പൂന്തോട്ടത്തിൽ ഒരു ഊഞ്ഞാൽ. പക്ഷേ രോഹൻ പഠിപ്പിച്ച പാഠം അവൾ മറന്നില്ല. അവൾ കുക്കികൾ നിർമ്മിച്ചു വിൽക്കുന്ന ബേക്കറി തുടങ്ങി. സുഹൃത്തുക്കളെ ക്ഷണിച്ചു. ഓരോ നിമിഷവും വിലമതിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മായയ്ക്ക് വയസ്സായി. അവൾ പകരം ഇരുന്നു. നാണയം ഇപ്പോൾ മങ്ങിയതും ജീർണിച്ചതുമാണ്. ഇപ്പോൾ അവളുടെ ഭർത്താവ് രോഹൻ അവളുടെ കൈ പിടിച്ചു. ഞങ്ങളുടെ വീട് ഏതൊരു നിധിയേക്കാളും സമ്പന്നമാണ്, അദ്ദേഹം പറഞ്ഞു. അതിനാൽ പണത്തിന് ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിലും അവളുടെ വീട്ടിലെ സ്നേഹവും ചിരിയും ഓർമ്മകളുമാണ് അവളെ യഥാർത്ഥത്തിൽ സമ്പന്നനാക്കിയതെന്ന് മായ മനസ്സിലാക്കി. അങ്ങനെ അവർ വർഷങ്ങളോളം സുഖമായി ജീവിച്ചു. ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ, ഹൃദയം അതിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നൽകുന്ന ഇടമാണ്. വീട് പ്രിയപ്പെട്ടവരുമായി പങ്കിടുമ്പോൾ വിനോദവും പണവും നന്നായി ആസ്വദിക്കുന്നു. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംബ്സ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു.
സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ തലക്കെട്ട് ചുവന്ന ചന്ദ്രന്റെ പൂന്തോട്ടം. ഒരിക്കൽ വളരെ ദൂരെയുള്ള ഒരു ഗ്രേ നിറത്തിലുള്ള ഒരു ഗ്രഹത്തിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആകാശം എപ്പോഴും കറുത്ത മേഘാവൃതമായിരുന്നു അവിടം. തരിശായി കിടന്ന ഭൂമിയിൽ നിഴൽ വീഴ്ത്തി കനത്ത മേഘങ്ങൾ താഴ്ന്നു തൂങ്ങിക്കിടന്നു. പരിസ്ഥിതിയെ എങ്ങനെ പരിപാലിക്കണമെന്ന് അവിടെ താമസിച്ചിരുന്ന ആളുകൾ മറന്നു കഴിഞ്ഞിരുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും ബഹിരാകാശ കപ്പലുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ തങ്ങളുടെ ഗ്രഹത്തെ അവഗണിച്ചു ജീവിച്ചു. ഒരു ദിവസം ഒരു ആൺകുട്ടി മലിനമായ ഭൂപ്രകൃതിയിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് കണ്ടു. ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ ചുവന്ന തൂവാല. അടുത്തു ചെന്നു നോക്കിയപ്പോൾ മനസ്സിലായത് അതൊരു പൂവായിരുന്നു. അതിന്റെ ദളങ്ങൾ താഴ്ന്നു, അതിന്റെ വേരുകൾ മലിനമായ മണ്ണിൽ പോഷണത്തിനായി പാടുപെടുന്നു. ആ കുട്ടിയുടെ ഹൃദയം അനുകമ്പയാൽ വിങ്ങി. അവൻ മെല്ലെ അത് മണ്ണോടുകൂടി തോണ്ടിയെടുത്തു. അത് കൈകളിൽ വെച്ച് അത് സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അനുയോജ്യമായ ഒരു സ്ഥലത്തിനായി അന്വേഷണം അവൻ ആരംഭിച്ചു. എന്നാൽ അവൻ എവിടെ നോക്കിയാലും മലിനീകരണം എടുത്തു നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ആണ് കാണാൻ കിട്ടിയത്. ദുർബലമായ ആ പൂക്കോവിന് തഴച്ചു വളരാൻ ഇടമില്ലായിരുന്നു. അങ്ങനെ നിരാശയോടെ ഇരിക്കുമ്പോൾ ആണ് അവൻ ആകാശത്തേക്ക് നോക്കിയത്. ദൂരെ അവൻ ചന്ദ്രൻ അവിടെ തൂങ്ങിക്കിടന്നു, സ്വന്തം ഗ്രഹം പോലെ ശോഷണം സംഭവിക്കാത്ത ശാന്തമായി നിലനിൽക്കുന്നു. ഒരുപക്ഷേ ചന്ദ്രൻ ഒരു സങ്കേതമായിരിക്കാമെന്ന് അദ്ദേഹം കരുതി. അതിനാൽ തന്റെ ബഹിരാകാശയാത്രിക സ്യൂട്ട് ധരിച്ച് ചന്ദ്രനിലേക്ക് പോയി. മലിനീകരണത്തിൽ നിന്ന് വളരെ അകലെ ബാലൻ ചന്ദ്രനിൽ അധിനിവേശം നടത്തി. അവൻ നനച്ചു കൊടുത്തുകൊണ്ട് അവൻ ആ ചെടി അവിടെ സ്ഥാപിച്ചു. അതിനോട് പാട്ടുപാടിയും പ്രോത്സാഹന വാക്കുകൾ മന്ത്രിച്ചും അവൻ കൂടെ നിന്നു. അത്ഭുതകരമെന്നു പറയട്ടെ, ആ ചുമന്ന പൂവ് പൂക്കാൻ തുടങ്ങി. അതിന്റെ ചടുലമായ ചുവന്ന ദളങ്ങൾ തുറന്നു പൂവണിയാൻ തുടങ്ങി. താമസിയാതെ അത് കൂടുതൽ ഇതളുകൾക്കും കൂടെ മറ്റു ചെടികൾക്കും ജന്മം നൽകി. ചന്ദ്രൻ ഒരു സ്വർഗീയ ഉദ്യാനമായി രൂപാന്തരപ്പെട്ടു. ഓരോ പൂവും പ്രതീക്ഷയുടെ പ്രകാശം പോലെ തിളങ്ങി. അതിനാൽ ആൺകുട്ടിയുടെ പൂക്കൾ ചന്ദ്രനിൽ നിറഞ്ഞു. ചന്ദ്രൻ ചുവന്ന വെളിച്ചത്തിൽ തിളങ്ങി. ഗ്രേ ഗ്രഹത്തിൽ നിന്നും മുകളിലേക്ക് നോക്കുന്ന എല്ലാവർക്കും അത് ഒരു ഓർമ്മപ്പെടുത്തൽ ആയി തീർന്നു. എല്ലാവരിലും അത് മന്ത്രിച്ചു, നിങ്ങളുടെ ഗ്രഹത്തെ പരിപാലിക്കുക. അതിന്റെ മണ്ണിനെ പരിപോഷിപ്പിക്കുക. അതിന്റെ ആകാശത്തെ സംരക്ഷിക്കുക. അതിന്റെ ലോലമായ സൗന്ദര്യത്തെ വിലമതിക്കുക. ചാരനിറത്തിലുള്ള ഗ്രഹത്തിലെ ആളുകൾ ചന്ദ്രന്റെ പരിവർത്തനം ശ്രദ്ധിച്ചു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവർ അവരുടെ ജീവിത വഴികൾ മാറ്റാൻ തുടങ്ങി. അവർ തങ്ങളുടെ മാലിന്യങ്ങൾ വൃത്തിയാക്കി, മരങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഭൂമിയെ പുനഃസ്ഥാപിച്ചു. പതുക്കെ അവിടെ നല്ല ജീവൻ തിരിച്ചുവന്നു. പക്ഷികൾ പിന്നെയും സന്തോഷത്തോടെ പാടി. നദികൾ നിറമുള്ള നല്ല ജലത്താൽ ഒഴുകാൻ തുടങ്ങി. മേഘങ്ങൾ പ്രകാശത്തോടെ നിറഞ്ഞു. എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ? ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ലോകത്തെ സുഖപ്പെടുത്താനുള്ള ശക്തി നമുക്കുണ്ട്. നമ്മൾ സ്വയം അതൊരിക്കലും മറക്കാതിരിക്കുക. ആ ആൺകുട്ടി ചുവന്ന പൂവിനെ പരിപാലിക്കുന്നതുപോലെ നാം നമ്മുടെ പരിസ്ഥിതിയെ സജീവമായി സംരക്ഷിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഗ്രഹത്തിന് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയൂ. അതിന്റെ സൗന്ദര്യം ചന്ദ്രന്റെ തിളക്കം പോലെ പ്രകാശിക്കും. പ്രിയ കുട്ടികളെ, പ്രകൃതിയോടുള്ള എല്ലാ ദയയും ഓർക്കുക. ഒരു മരം നടുകയോ അല്ലെങ്കിൽ വെള്ളം സംരക്ഷിക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാക്കാം. ചാരനിറത്തിലുള്ള ചന്ദ്രനെ ഒരു ഉദ്യാനമാക്കി മാറ്റിയ ആൺകുട്ടിയെപ്പോലെ നമുക്ക് നമ്മുടെ ഗ്രഹത്തിന്റെ കാര്യസ്ഥന്മാരാകാം. അതിനാൽ ചുവന്ന ചന്ദ്രൻ പൂക്കുന്നത് തുടരുക. ബഹിരാകാശത്തിന്റെ വിശാലതയിലും നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിൽ ഉടനീളം പ്രതിധ്വനിക്കുന്നു എന്ന ഒരു സ്വർഗീയ ഓർമ്മപ്പെടുത്തൽ ആണ് ഈ കഥയുടെ ഉദ്ദേശം. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചല്ലോ. ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക. ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക. ഒപ്പം കഥർച്ചിലിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്റ്റുതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.